Hey guys, back to our channel. നമ്മളിതെന്തൊക്കെ വൃത്തിയിടായിട്ടും നിരത്തിയൊക്കെ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. ഇതാരാ നമ്പർ ഇടുന്നത് 1 minute ഗായ്സ്. അപ്പോൾ ഗൈസ് വേണ്ടത് നമ്മുടെ പെയിൻ്റ് അടിയായിരുന്നു കേട്ടോ. നമ്മുടെ പെയിൻ്റ് അടിയാണ്. നമുക്കിതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഇത് എനിക്കൊരു സാറ് തന്നതാണ്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട്. അത് പഠിക്കുമ്പോൾ ഭാഗം 1, ഭാഗം 2 അങ്ങനെയുണ്ട്. അധ്യായം 1 അതൊക്കെയുണ്ട്. നല്ല രസമാണ് കേട്ടോ. രസമെന്ന് പറഞ്ഞാൽ അല്ല, നമുക്കിത് പഠിച്ച് ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് കിട്ടുമെന്നല്ല, എഡ്യൂക്കേഷൻ കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ ഒരു പഴയ പുഷ്പമാണ് കേട്ടോ. എന്താ കിടന്ന് ഓടുന്നേ? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്? ഞാൻ നോക്കുവാണ്, അത് പല്ലിയുടെ മുട്ടയാണ്. ഓ മൈ ഗോഡ്, പല്ലിയുണ്ട് ഗൈസ് ഇതിനകത്ത്. ഓ മൈ ഗോഡ്, എന്ത് പല്ലിയുണ്ട്, പല്ലി. അപ്പോൾ ഗൈസ് വേണ്ട ഇതുണ്ട് കേട്ടോ. നമ്മൾ വേണ്ട ഈ സാധനമൊക്കെ വെച്ചു. പിന്നെ നമ്മൾ വേണ്ട ഇത് അച്ഛൻ്റെ വൈകുണ്ഠ സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിരുന്നു നമ്മൾ ഫോട്ടോ ഒക്കെ ചെയ്തെടുക്കണം. ഓ മൈ ഗോഡ്, നമ്മുടെ ഇപ്പോൾ ഇത് ഫോട്ടോയാണ്. ഇത് ഒടിഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ എടുത്തപ്പോൾ ഇത് ഒടിഞ്ഞു പോയി കേട്ടോ. ഞങ്ങൾ ഫോട്ടോയിൽ നിന്ന് എടുത്തപ്പോൾ ഇത് ഒടിഞ്ഞു പോയി ഗായ്സ്. ഇതാണ് എൻ്റെ കൊച്ചിച്ച ഷാനു. ഇത് ഞാനാണ് കേട്ടോ, എൻ്റെ പണ്ടത്തെ ഫോട്ടോ. ഇതെൻ്റെ അമ്മൂമ്മ, ഇതെൻ്റെ അച്ചാച്ചൻ, ഇത് ഞാൻ. പിന്നെ ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അച്ചാച്ചൻ, ഇത് ഞാൻ. ഇത് എൻ്റെ അനയുടെ അച്ഛൻ, അതായത് എൻ്റെ കൊച്ചിച്ച. ഇതെൻ്റെ അമ്മൂമ്മ, ഇതെൻ്റെ ഏറ്റവും ഇളയ കൊച്ചിച്ച. പിന്നെ ഇത് എൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ, ഇത് ഞാൻ. അപ്പം കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത്രയും എൻ്റെ ട്രോഫികളാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ ട്രോഫികളാണ്. മീൻസ് ഒരു ട്രോഫി മാത്രം എൻ്റെ അച്ഛൻ്റെയാണ്, ഏറ്റവും അടിയിലാണ് കിടക്കുവാൻ തോന്നുന്നു. പിന്നെ എൻ്റെ മിനിമം സർട്ടിഫിക്കറ്റ്സും ട്രോഫികളും ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വാട്സാപ്പിൽ അതൊക്കെ ഇടാം. പിന്നെ ഗൈസ് ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് കേട്ടോ. ഇതേണ്ട നിങ്ങൾ ഇത് ഞങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരായതുകൊണ്ടല്ല, എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. ഇന്ത്യൻ ഫോട്ടോ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കുറേ ഫോൺസിൻ്റെ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ഫോണൊക്കെ അവർ മാറിയിരുന്നു. പിന്നെ കുറച്ച് ബുക്ക് സ്റ്റോറീസ്. മീൻസ് ഞാനും എൻ്റെ അച്ഛനും ഒരുപാട് ബുക്കുകൾ വായിക്കും കേട്ടോ. അധ്യാപക മിത്രം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരുപാട് വായിക്കും. പിന്നെ അച്ഛൻ ഇതൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് ഇത് നാടക സമുദ്രത്തിലല്ല, എന്തോ വേറെന്തുവാ. പിന്നെ ഇതേണ്ട സർഗനറോ അങ്ങനത്തെ ആണ്. അത് ഇത്രയൊക്കെ ഉള്ളെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഭരണഘടന ഭയങ്കര ഇതാട്ടെ. ഗൈസ് നമ്മുടെ അനിയൻ വന്ന് ഓരോന്നായിട്ട് തപ്പൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിന് എൻ്റെ റൂമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പെയിൻ്റ് അടിക്കുവാണെങ്കിൽ തന്നെ അടച്ചിട്ടു കേട്ടോ. ഭയങ്കര ശബ്ദം, അതുകൊണ്ടാണ്. പിന്നെ റെക്കോർഡ് ചെയ്യാൻ വെച്ചാലോ അത് മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അച്ഛൻ ഗുരുവായൂരുന്ന് ഗരുഡൻ്റെ തൂവലാണ് കേട്ടോ. ഇത് പിന്നെ കോഴിയുടെ തൂവലാണ്. പിന്നെ വേണ്ട കവിതകളും കവിതാശയങ്ങളും അതെല്ലാം അച്ഛൻ വായിക്കുന്ന പുസ്തകമാണ്. ഭരണഘടന ഞാൻ ഒരു 50 പേജാണ്ടേ വായിച്ചിട്ടുള്ളൂ. ഒരുപാടുണ്ട് കേട്ടോ. നായർ മേധാവിത്വത്തിൻ്റെ പഠനത്തിന് സ്പീക്ക് ആൻഡ് ആസ്ക്. ഇംഗ്ലീഷിൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ചിട്ട് വന്നത് കേട്ടോ. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അച്ഛൻ്റെ പഴയ പാട്ടിരിക്കുന്ന പഴയ ഓപ്പോ ഫോണിൻ്റെ എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഒരുപാടായിട്ടുള്ള ട്രോഫികൾ ഇനി അപ്പുറത്തെ റൂമിലും ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഓപ്പോയുടെ ഫോട്ടോയുടെയൊക്കെ ഫോണിൻ്റെയൊക്കെ ഗ്ലാസ്സുകൾ. എൻ്റെ പൊന്നു മോനെ ഒന്ന് പിടിച്ചേടാ. ആ സ്റ്റാൻഡിങ് എടുക്കാൻ ചക്കര ഇപ്പോഴാണ് പിടിക്കണ്ട.
ഇങ്ങനെ ഒന്ന് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ അങ്ങനെ പിടിച്ചോ. ക്യാമറ ഓഫ് ചെയ്യാതെ. ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്താ പറഞ്ഞേ? പ്ലീസ് ഓപ്പൺ ഡിച്ച് എന്നൊക്കെ പറയും കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഞാൻ എല്ലാ ക്രാഫ്റ്റിങ് ചെയ്യുന്ന സ്ഥലം. 1 മിനിറ്റ്. പകുതി തുറന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി കൂടെ തുറക്കാം. തുറന്ന് നമ്മൾ തുറന്നിരിക്കുന്നു. അല്ലടാ വേണ്ടി മറ്റേത് കൊല്ലണം. കുറച്ച് ഇടാവിടെ ഇരുത്തോ. ഞാൻ അത് അടയ്ക്കാൻ ബന്ധത്തില്ലാന്ന് പറയണേ. അപ്പോഴത്തേനും വേറെ 1 മിനിറ്റ്. ഒരു വേറെ സീക്രട്ട് കാണിക്കാം. ഏജൻസി ശബ്ദങ്ങളൊക്കെ ഇത് ഇപ്പം കേൾക്കാം കേട്ടോ. അവന് 2-3 അടിയൊക്കെ എനിക്ക് കൊടുക്കാറുണ്ട്. അത് വേറൊരു കാര്യം. എടാ നിനക്ക് എന്തൊക്കെ കൂടെ പോവാന്നൊക്കെ ഒരു ചോദിക്കണം. എന്തൊരു കുരുത്തക്കേടാ ചെയ്യുന്നത്. ഞാൻ മോനെ ഇതൊക്കെ ഇതിൽ കിട്ടിയതാണോടെ പണിത്തിറക്കാം. ഇതൊന്നും തുറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. തുറക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി. അപ്പം തന്നെ ഞങ്ങൾക്ക് പണി ഓർത്തില്ല. അപ്പുറത്തെ കട്ടിലേലും ഉണ്ട് കേട്ടോ PC, അതായത് വൈഫൈ. വൈഫൈനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. മാറുവാണേ. PPC വൈഫൈ ബ്രാഞ്ച്. പിന്നെ അച്ഛൻ്റെ ഫോൺ അച്ഛൻ ഇവിടെ ഡ്യൂട്ടിക്ക് മറന്നു വെച്ചുകൊണ്ടാണ് കുറച്ച് മുന്നേ ഒരു കോൾ വന്നത്. പിന്നെ ഗൈസ് പിന്നെ എൻ്റെ പഴയ ഒരുപാട് ബുക്ക്. ഇതെല്ലാം ഇനി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം മാറ്റാൻ. ഇതെല്ലാം ഞാൻ ഈ അശ തൂക്കിയിട്ടേക്കുന്ന ഇത് അലമാരി ഇല്ല അതിനകത്തല്ല. ഇതിനകത്ത് പെയിൻ്റ് അടിക്കുന്നുണ്ടുള്ള ഡ്രസ്സെല്ലാം ഇതിനകത്ത് ഇരിക്കുക. കണ്ടോ എത്ര നാളായി പെയിൻ്റ് അടിച്ചിട്ട്. അതുകൊണ്ട് ഈ റൂമിൻ്റെ കോലം ഒന്ന് നോക്ക്. തറയല്ല മണ്ട കുഴപ്പമില്ല. അന്ന് ഇങ്ങോട്ട് വെക്കാൻ നോക്ക്. അപ്പം ഗൈസ് നമുക്ക് പെയിൻ്റ് അടിക്കുന്ന കാണാം. അപ്പം ഗൈസ് നമുക്ക് പെയിൻ്റ് അടിക്കുന്ന കാണാം കേട്ടോ. ഇതെൻ്റെ അനിയനാണ്. ഞങ്ങളുടെ വീടാണ്. ഇതാണ് എൻ്റെ അച്ചാച്ചൻ. പിന്നെ ഇപ്പം ഇതൊക്കെ പെയിൻ്റ് അടി മാമന്മാരാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ കോലം കൊണ്ട് നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും. അത് ഞാനും കുഞ്ഞിനെയോട് ചേർന്നാണ്. പക്ഷേ ഫസ്റ്റ് സൂപ്പർ ഗംഭീരമാണ് കേട്ടോ. ഇതാണ് അച്ഛൻ്റെ നാടാർ സമുദായത്തിൻ്റെ കുറച്ച് ഫോട്ടോസ്. ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അച്ഛൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഇതൊക്കെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും കുന്ത്രാണങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പാടാം. ഇതൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യും കേട്ടോ. എനിക്കല്ല എൻ്റെ അച്ഛനെ. സത്യല്ലേ പറഞ്ഞത്. എന്താണ് വയ്ക്കാത്ത? ഓ മൈ ഗോഡ് ഗയ്സ്, അതറിയാതൊന്നും മണ്ടയോട്ട് പോയിട്ട് തറയി വീണത്. അമ്മേനാണ് എൻ്റെ അകത്ത് കയറിയിരുന്നത് ഗൈസ്. പിന്നെ ചേച്ചി വീടിയതോ അതെവിടെ കിടന്നതാ പഴയുന്നിട്ട് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ BA എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ട് പറഞ്ഞ് ഡേ ലൈഫോ അങ്ങനെ എന്തോ ഡേ ഇൻ ലൈഫോ എൻ്റെ പേരെന്ന് വരും. ഞാൻ പെട്ടെന്ന് മറന്നു. ലൈഫിൻ്റെയോ ഡേ ഇൻ ലൈഫ് അങ്ങനെ എന്തോ പേര്. അതെ വീണ്ടും വിളി തുടങ്ങി. ഇത് ആരുടെ ഇത് ഗൈസ്? ഇത് നമുക്ക് സ്റ്റോറി പറയാൻ മറന്നുപോയി.
എൻ്റെ ബി എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞു ഡേ ഇൻ ലൈഫോ അങ്ങനെ എന്തോ പറയുന്നത്, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന എന്തോ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു. അതെനിക്ക് അറിയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾക്കത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻ്റ് അടിക്കുക കേട്ടോ. ചേച്ചി അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ മതി. പിന്നെ ഇതുണ്ട് ഇതെൻ്റെ അച്ഛൻ്റെ ഫോണാണ്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാമേ. ഇതൊന്നും കാണാൻ പാടില്ല. അതെ, ഓ ഗൈസ് ഇപ്പോൾ ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ 1 ഇഞ്ച് ലജീഷ് കുമാർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്ത് വെച്ചോ. ഫോളോ ചെയ്തല്ല സബ്സ്ക്രൈബും ചെയ്യുക, ഒന്ന് വെച്ചോ കേട്ടോ. അപ്പം അത് മാത്രമല്ല, അന്ന് തന്നെ സ്കൂളിൽ ഞങ്ങൾ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ എടുത്തപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു ബോയ്സ് എല്ലാവരും എന്നെ കളിയാക്കി കേട്ടോ. അതിനെന്തുവാ നിങ്ങൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടാക്കില്ല, എന്നാലും ഒരു ഇറിറ്റേഷൻ. അവന്മാരൊന്നും ചെയ്യത്തില്ല, അവരൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഉള്ള വിഷമമൊക്കെ വരാറുണ്ടോ? ഓ കുഴപ്പമില്ലല്ലോ. ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പെയിൻ്റ് അടിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കത് വീഡിയോ വഴി ലാസ്റ്റിലത്തെ ലുക്കാണ് കേട്ടോ. നമ്മുടെ ഫൈനലി നമ്മുടെ വീട് നമ്മൾ പെയിൻ്റ് അടിച്ചു. അതിൻ്റെ ലാസ്റ്റത്തെ ലുക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് നമ്മൾ വെള്ളയാണ് അടിച്ചിരിക്കുന്നത്, കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. പകുതി അടിച്ചിട്ടാണ് കേട്ടോ അവർ പോയേക്കുന്നത്. അവരുടെ സാധനങ്ങളാണ്, അതും തൊട്ടൽ. അപ്പം ചേച്ചി ബൈ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.